ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്ത കൺസെപ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ളതും ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിറൈവ് ചെയ്തത് അല്ലേ. V is equal to 1/4πε0 Q ഡിവൈഡ് ബൈ R എന്ന ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അത് പറയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, നമ്മൾ സാറിന് പറയുന്ന പോലെ കൺസിഡർ ഒരു ചാർജ് Q എന്ന ചാർജ് എടുക്കുന്നു. ആ Q എന്ന ചാർജിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയായിട്ട് A എന്നൊരു പോയിൻറ്റ്, then we have one more point, that's point B, which is at a distance of R2 from the charge Q. Now the potential at the point A, now it is represented as V1. So V1 is equal to അറിയാം നമുക്ക് 1/4πε0 Q ഡിവൈഡ് ബൈ R1 ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് B is V2 1/4πε0 Q ഡിവൈഡ് ബൈ R2 ആണ് അല്ലേ. So the potential difference between A and B means that's the potential at the point A minus the potential at the point B. എന്ന് പറഞ്ഞാൽ V1 minus V2 ആണ്. V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/4πε0 Q ഡിവൈഡ് ബൈ R1 കിട്ടും, മൈനസ് V2 കൊടുത്തു കഴിഞ്ഞാൽ 1/4πε0 Q ഡിവൈഡ് ബൈ R2 എന്ന് കിട്ടും. ഇതാണ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇത് നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കിവിടെ വേണമെങ്കിൽ ഈ 1/4πε0 Q ഇത്രയും ടേം കോമൺ ടേം ആണല്ലോ, അത് പുറത്തേക്ക് എടുക്കാം. അത് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഫസ്റ്റ് ടേമിൽ 1/R1 ബാക്കിയുണ്ട്, നെക്സ്റ്റ് ടേമിൽ 1/R2 ബാക്കിയുണ്ട്. So that means the potential difference is equal to 1/4πε0 Q into 1/R1 minus 1/R2. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷന് ഒരു കാര്യം ക്ലിയർ ആവുന്നത്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യും, കാരണം എപ്സിലോട്ട് വരുന്നുണ്ട്. പിന്നെ Q നമ്മളെടുക്കുന്ന സോഴ്സ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിനൊക്കെ പുറമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് R1 മറ്റേത് R2 ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ട് നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു +1 കൂളം ചാർജിനെ, അല്ലേ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അങ്ങനെയല്ലേ പഠിച്ചത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്, ശരിയല്ലേ? അപ്പോൾ എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇൻഫിനിറ്റിയിൽ നിന്ന് +1 കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിൽ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. മറ്റേത് ബി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് +1 കുളം ചാർജിനെ ബി എന്ന പോയിന്റിൽ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ചാർജ് എവിടെ നിന്ന് എവിടത്തേക്കാണ് മൂവ് ചെയ്യിക്കുന്നത്? ബിയിൽ നിന്ന് എയിലേക്കാണ്, ശരിയാണല്ലോ. ഈ ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ എനിക്കിങ്ങനെ നേരെ ഇങ്ങനെ വേണേൽ മൂവ് ചെയ്യിക്കാം, ശരിയല്ലേ? അപ്പോൾ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക? ഈക്വൽ ടു 1/4πε0 Q 1/R1 മൈനസ് 1/R2. ഇനി ബിയിൽ നിന്ന് ഈ ചാർജ് ഞാൻ ഇങ്ങനെ പോയിട്ട് എയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലോ, ഈ പാത്താണെങ്കിൽ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക? അപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും 1/4πε0 Q ഇൻറ്റു 1/R1 മൈനസ് 1/R2, ശരിയല്ലേ? ബിയിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ വരാം, ഇപ്പോഴും എന്താ കിട്ടുക? 1/4πε0 Q ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നാണ് കിട്ടും. എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന സോഴ്സ് ചാർജിൽ നിന്നും എയിലേക്കും അതേപോലെ ബിയിലേക്കുള്ള ദൂരത്തെയാണ്. ഓക്കെ, ബട്ട് ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ് ബൈ ദി ചാർജ് വെൻ ഇറ്റ് മൂവ്സ് ഫ്രം ദ പോയിൻറ്റ് ബി ടു എ. ഒരിക്കലും ആ പാത്തിനത് ഡിപ്പെൻഡ് ചെയ്യല്ല, പകരം അത് ഡിപ്പെൻഡ് ചെയ്തത് ആ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമാണ്, അല്ലേ? അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർത്ത് നോക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബൈ ദി ചാർജ്, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇത്തരം പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്കാലാർ പൊട്ടൻഷ്യൽ. സോ സ്കാലാർ പൊട്ടൻഷ്യൽ മീൻസ് ദ പൊട്ടൻഷ്യൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ, അല്ലെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ
the work done to make move the charge depends on the initial and final positions only, but not on the path followed by the charge. Clear? അപ്പോൾ ഇങ്ങനെ ഒരു സ്കാലർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ഫീൽഡ് നമ്മൾ അത്ര ഫീൽഡ് നമ്മൾ സാറിന് വിളിക്കാറ് കൺസർവേറ്റീവ് ഫീൽഡാണ്. ഇപ്പോൾ ഫീൽഡ് കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് പറയണമെങ്കിൽ ചാർജ് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് അത് ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ആ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സ്കാലർ പൊട്ടൻഷ്യലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഫീൽഡിലാണല്ലോ ഇത് ചാർജ് മൂവ് ചെയ്യുന്നത്, അല്ലേ? അത്ര ഫീൽഡ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൺസർവേറ്റീവ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് പറയാനുള്ള ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നേരത്തെ പോലെ തന്നെ ഒരു ക്യൂ എന്ന പോയിൻ്റ് എടുക്കുന്നു, ചാർജ് എടുക്കുന്നു. ആ ക്യൂ എന്ന ചാർജിൽ നിന്ന് നമുക്ക് ആർ ഡിസ്റ്റൻസ് അകലെ, ഡിസ്റ്റൻസിൽ കാണിച്ചില്ല, നമുക്ക് തന്നെ കാണിക്കാം. ആർ ഡിസ്റ്റൻസ് അകലെ നമുക്ക് എന്തുണ്ട്? ആർ ഡിസ്റ്റൻസ് അകലെ നമുക്ക് എ എന്നൊരു പോയിൻ്റ് ഉണ്ട്. ഈ എ എന്ന പോയിൻറ്റിന് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ബി എന്ന പോയിൻ്റ് കൂടെയുണ്ട്. എയും ബിയും വളരെ ക്ലോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്തുള്ള ഫീൽഡും ബീൻ്റെ അടുത്തുള്ള ഫീൽഡും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, എയും ബിയും നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ ഡി ആറിന് എടുത്തുള്ളത്. ഡിസ്റ്റൻസ് എയും ബിയും അത്രയും ക്ലോസ് ആയിട്ട് എടുക്കാനുള്ള കാരണം അവിടെ ഫീൽഡ് യൂണിഫോം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിയാണല്ലോ? ഇനി ഞാൻ ചെയ്യുന്ന കാര്യം നോക്കിക്കോളേ. ഞാൻ ഈ എയിൽ നിന്ന് ഒരു ക്യൂ എന്ന ചാർജിനെ ബിയിലേക്ക് മൂവ് ചെയ്യിക്കുവാണ്. നിങ്ങൾ നേരത്തെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചാർജിനെ ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അതിനാവശ്യമായ വർക്ക് നിങ്ങളെങ്ങനെയാണ് പഠിച്ച വർക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജിന് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മളിവിടെ എടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് എയും ബിയും വളരെ ക്ലോസ് ആയ പോയിൻറ്റ്സ് ആണല്ലോ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ചാർജ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വിക്ക് വരെ അവിടെ നമുക്ക് എന്താ വരും? അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും, അല്ലേ? ഡി വി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഡി വി ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്ന സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഡിവൈഡ് ബൈ ചാർജിന് മാറ്റമൊന്നുമില്ല, ക്യൂ എന്ന ചാർജാണ് മൂവ് ചെയ്യുന്നു. ശരിയാണ്? അങ്ങനെയാണെങ്കിൽ എ എന്ന് ബിയിലേക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡി ഡബ്ല്യു എന്തായിരിക്കും? സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡി ഡബ്ല്യു സീക്വൽ നമുക്ക് ഇങ്ങനെ ഏതാ സീക്വൽ ടു ക്യൂ ഇൻറ്റു ഡി വി എന്ന് ഏതായാലും കേസ് നമ്പർ 1. ഓക്കെ, നിങ്ങളൊരു ഇക്വേഷൻ നിങ്ങൾ സാർ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. സ്മോൾ വർക്ക് ഡബ്ല്യു സീക്വൽ ടു എന്താ? വർക്കിന് ജനറൽ ഇക്വേഷൻ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു അല്ലേ ഡി ഇൻറ്റു കോസ്റ്റ് എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്ന ചെറിയ വർക്കാണ്, സോ ഡി ഡബ്ല്യു ആണ്. ഡിസ്റ്റൻസ് സ്മോൾ ഡിസ്റ്റൻസ് ആണ്, അത് ഡി ആർ ആണ്. ശരിയല്ലേ? പിന്നെ ഇവിടെ എത്ര ആംഗിൾ തീറ്റ വരിക? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇത് പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പം എ എന്ന് ബിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതും പോസിറ്റീവ് ചാർജാണ്, അല്ലേ? അപ്പം എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അതിങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നേരെ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റയ്ക്ക് പകരം ഇവിടെ എത്ര കിട്ടും? 180 കിട്ടും. കോസ് 180 വാല്യൂ അറിയാം, -1 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം? വെച്ച് ഇൻറ്റു ഡി ആർ. കോസ് 180 പകരം നമുക്കവിടെ -1 എഴുതാം. ശരിയാണോ? ദാറ്റ് മീൻസ് വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എഫ് ഡി ആർ എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാലോ? അത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. എന്തായിരുന്നു ഫോഴ്സിൻ്റെ കേസ്? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പഠിച്ച ഓർമ്മ ഉണ്ടായിരുന്നു. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് പഠിച്ച ഓർമ്മയില്ലേ? അല്ലേ? അങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാൻ ഇറ്റ്സ് ഈക്വൽ ടു ക്യൂ ഇ പിന്നെന്താ വരുന്നത്? ഇൻറ്റു ഡി ആർ. ഇക്വേഷൻ നമ്പർ ഇത് ഡി ഡബ്ല്യു അല്ലേ? ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 and 2 എടുത്ത് നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണല്ലോ. സോ വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ വിൽ ഗെറ്റ് എന്താ മൈനസ് ക്യൂ ഇ ഡി ആർ ഈക്വൽ ടു ഇക്വേഷൻ 1 എന്താ കിട്ടുന്നത്? ക്യൂ ഇൻറ്റു ഡി വി എന്ന് കിട്ടും.
ക്യൂവും ക്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ നെഗറ്റീവിന് ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിഫോം ഫീൽഡാണ്. രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഡി വി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡി വി ആണ്. ഡി ആർ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, ഈ ഡി വി ബൈ ഡി ആർ ഇതേ ടൈപ്പ് സാധനം നിങ്ങൾ പണ്ട് ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ ഒരു ഗ്രേഡിയൻ്റ് പഠിച്ച് ഓർമ്മ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഡി വി ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. നമ്മളെന്താ വിളിക്കാറ്? ഇത് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കാറുണ്ട്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പറയാം. എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് പണ്ടൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇ ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ക്യൂ. ഈക്വേഷൻ വെച്ച് ഇ ഈസ് ഈക്വൽ ടു ക്യൂ എഫ് ഡിവൈഡ് ബൈ ക്യൂ എന്ന് കിട്ടിയിട്ട് അവിടെ ന്യൂട്ടൺ പെർ കൂളം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് വരിക? ഇവിടെ ഡി മൈനസ് പോട്ടെ, ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ വോൾട്ട് ഡിവൈഡ് ബൈ മീറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ മീറ്റർ. ഇത് തന്നെയാണ് ആരെ നമ്മൾ പണ്ട് പഠിച്ച ന്യൂട്ടൺ പെർ കൂളംബ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ എന്ന യൂണിറ്റ് കൂടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഉണ്ട്. ക്ലിയർ? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നുള്ളത്. പലപ്പോഴും നമുക്ക് പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ വരാറുണ്ട്. നിങ്ങൾ സാധാരണ പ്രോബ്ലംസ് വരാറ് നോക്കിക്കോ. ഞാൻ കപ്പാസിറ്റർ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റ് എടുക്കുവാണ്. ഈ പ്ലേറ്റ് ഒന്നിൻ്റെ മുകളിൽ ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ചാർജ്. ഈ പ്ലേറ്റിന് അക്രോസ് ഞാൻ പൊട്ടൻഷ്യൽ കൊടുക്കുവാണ്. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇവിടെ എന്താ കിട്ടുന്നത്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ. കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഒരു 100 വോൾട്ടാണെന്ന് വിചാരിച്ചു. ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫീൽഡ് നിങ്ങൾക്കറിയാം. ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഫീൽഡ് നമ്മൾ യൂണിഫോം ഫീൽഡാന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് നമ്മളെങ്ങനെയാണ് കാണുക? അത് കാണണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ യൂസ് ചെയ്യാം. എന്താ ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ വി അപ്ലൈഡ് ഹിയർ. ഇറ്റ് ഈസ് 100 വോൾട്ട്സ്. സോ ഡി വി മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു 100 വോൾട്ട് ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനൊക്കെ ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അങ്ങോട്ട് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ വെച്ച് പ്രോബ്ലംസൊക്കെ നിങ്ങളൊരു പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോബ്ലംസ് അകത്തുള്ള ടൈപ്പ് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈപ്പ് ഇക്വേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം.